അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ, ഞങ്ങളുടെ സകല പാവങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹുവേ, ഞങ്ങളുടെ സകല കാര്യങ്ങളിലും നീ ഞങ്ങൾക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തിലെ രോഗികൾ, അള്ളാഹുവേ, അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലാ. അവരെ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നീ അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്നവർക്ക് അള്ളാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ റഹ്മാനേ. ആമീൻ ആമീൻ ആമീൻ. പ്രിയമുള്ളവരെ, ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 73, 74 ഇങ്ങനെ 2 ആയത്തുകളാണ്. 72 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അത് കേൾക്കേണ്ടവർക്ക് ഇൻഷാ അല്ലാഹ് ആ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ അത് വിശദമായി അറിയാൻ കഴിയുന്നതാണ്. പിന്നെ മനസ്സിലാവാത്തവർ ഒന്നുകൂടിയൊക്കെ എടുത്ത് നോക്കി പഠിക്കണം, എങ്കിലേ അത് ഖുർആനാണ്, അതങ്ങനെ വ്യക്തമായി പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. ഒന്നുകൂടെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. എത്ര വായിക്കുന്നു, എത്ര പഠിക്കുന്നു, അത്രയും കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തരും. മാത്രവുമല്ല, ഇതെല്ലാവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാവരെയും അറിയിക്കുകയും ഒക്കെ ചെയ്യണം. അതിലും നമുക്ക് അല്ലാഹു കൂലി തരും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖുൽനാ ളിരിബൂഹു ബിബഅളിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. 73-ാമത്തെ ആയത്താണ്. ഫഖുൽനാ ളിരിബൂഹു ബിബഅളിഹാ. അല്ലാഹു പറയുകയാണ്, അതിൻ്റെ ഒരംശം കൊണ്ട് അവനെ അടിക്കുക എന്ന് ഞാൻ കൽപ്പിച്ചു നബിയേ. പ്രവാചകനോട് പറയുകയാണ്, അന്ന് ഇസ്രായേലുകാർക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. അവരുടെ ക്രൂരതകൾ, അവർ ഓരോ മനുഷ്യരെയും കൊന്നു തള്ളുകയാണ്. പക്ഷേ ഈ കൊലയാളികളെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കൊലയാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഓരോ പശുവിനെ ഓരോ വയലുകളിൽ കൊണ്ടുചെന്ന് കഴുത്തൊടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് അതിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് കൊലയാളികളെ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ അതിലവർ പരാജയപ്പെട്ടു പോയി. അങ്ങനെ യഥേഷ്ടം ഒരുപാട് കൊലയാളികളും ഒരുപാട് കൊലയാളികൾ ഇസ്രായേലി കൂട്ടങ്ങളിൽ വളർന്നു വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഇത് കണ്ട് സഹിക്കവയ്യാതെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഇതിനൊരു അറുതി വരുത്തണമല്ലോ റബ്ബേ. ആരെങ്കിലും ഒന്നിനെ നീ ഇതിൽ നിന്ന് മോചിപ്പിക്കണം അല്ലാഹ്. ഒരു തെളിവ് നൽകണം റബ്ബേ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനോട്
അള്ളാഹു കൽപ്പിക്കുന്ന രംഗമാണ് ഈ രംഗം. ഫഖുൽന ളിരിബൂഹു ബിബഅദിഹാ, അതിൻ്റെ ഒരംശം കൊണ്ട് അവനെ അടിക്കുക എന്ന് ഞാൻ കൽപ്പിച്ചു. മൂസയോട് അള്ളാഹു പറയുന്ന രംഗമാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഏ മൂസ, ആ കൊല്ലപ്പെട്ട് കിടക്കുന്നതായ മനുഷ്യനെ നീ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതേ, ആ മനുഷ്യൻ്റെതായ നട്ടെല്ല് നീ എടുക്കണം. ആ നട്ടെല്ല് എടുത്തിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് തന്നെ കുറച്ച് മാംസം വെട്ടി ആ നട്ടെല്ലിലേക്ക് നീ വെക്കുക. എന്നാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ഡോക്ടറാവുകയാണ് ആര്? മൂസാ നബി അലൈഹിസ്സലാം. ആ നട്ടെല്ലിലേക്ക് മജ്ജ എടുത്ത് ഫിറ്റ് ചെയ്യുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനെ ഫിറ്റ് ചെയ്തപ്പോൾ അള്ളാഹു ആ കൊല്ലപ്പെട്ട മനുഷ്യന്, മരിച്ചു കിടക്കുന്ന മനുഷ്യന് ജീവൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യന് സംസാരിക്കുക. ഇത് കണ്ട് ഇസ്രായേലർ ഭയന്നുപോയി. അങ്ങനെ അവരാ കൊല്ലൽ നിർത്തുകയാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു ഈ കുതന്ത്രം പ്രയോഗിച്ചത്. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലായി, ആദ്യത്തെ ഡോക്ടർ, ശസ്ത്രക്രിയയുടെ ഡോക്ടർ, മജ്ജ മാറ്റിവെക്കലിൻ്റെ ഡോക്ടർ മൂസാ നബി അലൈഹിസ്സലാമാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, കദാലിക യുഹയ്യില്ലാഹുൽ മൗതാ, മൃതിയടഞ്ഞവരെ അള്ളാഹു ജീവിപ്പിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്താണ് ഇത് പറയാനുള്ള കാരണം? മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്രായേൽ കൂട്ടങ്ങൾ ചോദിച്ചുവത്രേ, ഇനി ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുമോ മൂസ? ഞങ്ങൾ ഇവിടെ നിന്ന് മരിച്ചുപോയാൽ ഇനിയൊരു ജീവിതമുണ്ടോ മൂസ? അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ ഇസ്രായേലി ജനതയ്ക്ക് ഒരു തെളിവ് കൂടി കൊടുക്കുകയാണ്. ഇതുപോലെ അള്ളാഹു ഇനിയും മരിച്ച മനുഷ്യനെ നാളെ പാരത്രികമായ ലോകത്ത് വെച്ച് ഇതാ ജീവിപ്പിക്കുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കദാലിക യുഹയ്യില്ലാഹുൽ മൗതാ, മൃതിയടഞ്ഞവരെ അള്ളാഹു ജീവിപ്പിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെ? എല്ലിൽ നിന്ന്, നട്ടെല്ലിൽ നിന്ന് മജ്ജ കൊടുത്ത് നട്ടെല്ലിലേക്ക് മജ്ജ അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റൂഹ് കൊടുക്കുകയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വയുരീക്കും ആയാതിഹി ലഅല്ലക്കും തഖിലൂൻ, അവൻ നിങ്ങൾക്ക് തൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള രംഗങ്ങളൊക്കെ മൂസാക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മൂസാ നബി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക, അതിനുശേഷം അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് കൂടി നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയല്ലോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഇസ്രായേലി കൂട്ടങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തന്നിട്ടും സർവഭാവങ്ങളും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും ഞാൻ അനുഗ്രഹങ്ങൾ ഒരുപാട് വാരിക്കോരി തന്നു, എന്നിട്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ നന്നായില്ലല്ലോ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ആ പറയുന്ന കാര്യങ്ങൾ ഫഹിയ കൽ ഹിജാറ, ആ ഹൃദയങ്ങൾ പാറ പോലെയായിരിക്കുന്നു. ഓ ഇസ്രായേൽ കൂട്ടങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങൾ പാറ പോലെ ആയിരിക്കുകയാണ്. തീർന്നില്ല, വശദ്ദു ഖസ്വതൻ, അതിനേക്കാൾ കടുത്തു പോയിരിക്കുകയാണ്. പാറയെ പോലെ ആയി എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കടുത്തു പോയല്ലോ ഇസ്രായേലുകാരെ നിങ്ങളുടെ ഹൃദയം.
വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. നിശ്ചയം അല്ലാഹു പറയുകയാണ്, നിശ്ചയം പാറകളിൽ ചിലതിൽ നിന്ന് അരുവികൾ പൊട്ടിയൊലിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു തരിമ്പിന്റെ നന്മ പോലും കാണുന്നില്ലല്ലോ. വഇന്ന മിൻഹാ ലമാ യശഖഖ ഫയഖ്റുജു മിൻഹുൽ മാ. നിശ്ചയം അല്ലാഹു പറയുകയാണ്, നിശ്ചയം ചില പാറകൾ പിളർന്നിട്ട് അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യുമല്ലോ. ആ ഒരു നന്മ പോലും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ ഇസ്രായേൽക്കാരേ. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. നിശ്ചയം ചിലത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, ചില പാറകൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിറച്ചുകൊണ്ട് കീഴ്പോട്ട് ഉരുണ്ട് ചാടി വരുന്നുണ്ടല്ലോ. അതിൻ്റെ പോലും ഒരു നന്മ നിങ്ങൾക്ക്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ ഇസ്രായേൽക്കാരേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അവരോട്. ഈ രംഗം മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയോട് ജിബ്രീൽ മുഖേന അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഈ പാറകൾക്കുള്ള അലിവ് പോലും നിങ്ങൾക്കില്ലല്ലോ. അള്ളാഹു ചോദിക്കുകയാണ്, ഈ പാറകൾക്കുള്ള അലിവ് പോലും നിങ്ങൾക്കില്ലല്ലോ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കില്ലല്ലോ. എന്നാൽ നിങ്ങൾ ഓർക്കണം കേട്ടോ, നിങ്ങളുടെ പ്രവർത്തികളിൽ അള്ളാഹു അശ്രദ്ധനല്ല എന്ന കാര്യം നിങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അല്ലാഹ് പറയുന്നു, ഞാനുമേ കൽപ്പിച്ചു അതിൻ്റെ ഒരംശവും എടുത്തങ്ങടിക്കുന്നേ. ഇതുപോലെ തന്നെയാ മൃതിയുമേ അടഞ്ഞോരെ ജീവൻ നീടിക്കുന്ന പ്രക്രിയ തന്നാണേ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം നിങ്ങൾക്കും കാട്ടുന്നു, കാരണം നിങ്ങളും ചിന്തിക്കാൻ തന്നെയാ. എല്ലാമേ സംഭവം ഒക്കെ കഴിഞ്ഞിട്ടും നിങ്ങളെ ഹൃദയവും പാറ പോൽ തന്നാണേ. അല്ലാഹ് പറയുന്നു, എന്താ പറഞ്ഞത്, ഹൃദയങ്ങൾ നിങ്ങളെ വളരെ കടുത്ത് പോയി. പാറയും അതുപോലെ അതിനേക്കാൾ മേലെയാ പാറയ്ക്ക് പോലുമേ കനിവുണ്ട് എന്നാണേ. പാറച്ചിലതീന്ന് അരുവികളുണ്ടാകും, ചിലത് പിളർന്നീട്ട് വെള്ളവും ഒലിക്കും. പാറകൾ ചിലതൊക്കെ റബ്ബിൻ ഭയത്താലേ ആകെ വിറയ്ക്കുന്ന പരുവത്തിൽ തന്നെയാ. ചാടി ഉരുണ്ടാതാ താഴോട്ട് വരവുണ്ടേ, അതിനോളം പോലുമേ നിങ്ങൾക്കും ഇല്ലല്ലോ. ചില പാറകൾ പൊട്ടിപ്പിളർന്ന് വെള്ളം വരും, അരുവികളെപ്പോലെ ഉറവകൾ പൊട്ടുന്നതാണ്. ചിലത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുന്നതാണ്. അത്ര ഭയം പോലും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് ഇല്ലല്ലോ. നിങ്ങളുടെ ഹൃദയങ്ങൾ ഇത്രയ്ക്കും കാഠിന്യമായി പോയോ എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാണ്.
മനസാക്ഷിയില്ലാത്ത കൂട്ടമായി ഇസ്രായീൽ അല്ലാ പറഞ്ഞത് ഞാനും പറഞ്ഞതാ. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഇസ്രായേലുകാർക്ക് ഇല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, പിന്നെയോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്. താക്കീത് ഒന്നുമേ പറയുന്നു അവരോട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാമേ അറിയുന്നു ഞാനുമേ അശ്രദ്ധനല്ലെന്നേ. ഓർക്കേണം ഈ വാക്ക്, ഓർക്കേണം നിങ്ങളും. അവസാനമായി അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഈ കുതന്ത്രങ്ങളും തെറ്റുകുറ്റങ്ങളും ഇതുപോലുള്ള അലപരാധി തരങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ ധരിച്ചു പോകരുത് കേട്ടോ, ഞാൻ അശ്രദ്ധനാണെന്ന് നിങ്ങൾ ഒരിക്കലും ധരിച്ചു പോകരുത് കേട്ടോ. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. എല്ലാവരും വരിക്കാറാകണം, എല്ലാവരും ഇത് പഠിക്കണം, എല്ലാവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തണം. അസ്സലാമു അലൈക്കും.